യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. സാർ അദ്ദേഹം പറഞ്ഞല്ലോ, UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, രണ്ടാം UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആ സ്കീം തുടങ്ങുന്നത്. സാർ അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം. സാർ ആ ഗൈഡ് ലൈനിൽ പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദാറ്റ് no change may be done in the basic criteria of ASHA being a woman volunteer. നിലപാട് എന്താണ് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട് സാർ? കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? SUCയുടെ നിലപാടാണോ സാർ IUCക്കുള്ളത്? ആരെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ? ഞാൻ ഒരു വരി കൂടെ വായിക്കാം സാർ. ഇതില് ഒരു വാർത്താക്കുറിപ്പാണ്. അത് UDFന്റെ കാലത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തൊരു വാർത്തയാണ് സാർ. അതായത് ഡേറ്റ് കൂടി നോക്കണം. 2014 ഡിസംബർ മാസം 18 തീയതി അദ്ദേഹം, അന്നത്തെ ആരോഗ്യമന്ത്രി, മാധ്യമങ്ങളോട് സംസാരത്തില് ചില വാക്കുകളാണ്. ഡിസംബർ മാസമാണ് സാർ. This year's incentive for ASHA workers and the 3-month honorarium during 13-14, അതായത് മുൻപ് സാമ്പത്തിക വർഷത്തെ ഓണറേറിയവും ഈ വർഷത്തെ ഇൻസെന്റീവും will be dispersed before Christmas. പറയുന്നത് എപ്പോഴാണ് സാർ? 2014 ഡിസംബറിൽ. സാർ, the honorarium for the year 2014-15, അന്നത്തെ നടപ്പ് സാമ്പത്തിക വർഷം, will be made available before January 30. Sir, he said that he will make an appeal to the central government in the next year's project report to increase the benefit of ASHA workers. സാർ, ഇത് പദ്ധതി കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് സാർ? UDF ആണ് സാർ. അതിനുശേഷം വീണ്ടും UDF അധികാരത്തിലെത്തിയല്ലോ 2011 2014 വരെ. ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ? ഈ വിമൻ വോളണ്ടിയേഴ്സിനോട് മാറ്റണം, സന്നദ്ധ പ്രവർത്തകരോട് മാറ്റി അത് തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണമെന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സാർ? അതിനുവേണ്ടി അപേക്ഷ കൊടുത്തിരുന്നോ സാർ? സാർ, അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് സാർ. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, 500 രൂപ 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 1000 രൂപ കൊടുത്തു തുടങ്ങിയത് 2014 ഇടതുപക്ഷ സർക്കാരാണ് സാർ. സാർ, ആ കണക്ക് നോക്കിയാൽ 400 രൂപയാണ് 5 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത്. ആ കണക്ക് നോക്കിയാൽ ആ 1000 രൂപയിൽ നിന്ന് ഇപ്പോൾ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന UDFന്റെ നിലപാടും UDFന്റെ അവര് സ്വീകരിച്ച സമീപനവുമാണെങ്കിൽ സാർ 1800 രൂപയായിരുന്നു ഇപ്പോൾ ഓണറേറിയം വേണ്ടിയിരുന്നത്. അതായത് 100 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാർ ഇരുന്നത്. അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി വാക്ക് പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സാർ. 1000 രൂപയിൽ നിന്ന് 1800 രൂപയാക്കുമല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 1000 രൂപയിൽ നിന്ന് 7000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സാർ. അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സാർ, ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടുണ്ട് സാർ. അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത്. അത് ഇനി വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാർ ഉള്ളത്. അതിൽ യാതൊരുവിധമായിട്ടുള്ള തർക്കമില്ല സാർ. സാർ, ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ. വളരെ ആദരവോടുകൂടി കാണുന്നത്, അത്ര ബഹുമാനത്തോടെ കൂടി കാണുന്നത് സാർ. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം. ഞാൻ SMD സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം. അദ്ദേഹം 14-ാം തീയതി SPM സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ. അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം. ശരി, മന്ത്രിയെ അവനെന്താ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. 15-ാം തീയതി രാവിലെ 10 മണിക്ക് സാർ എന്റെ ഓഫീസിൽ അവരെത്തി. 10 മണി മുതൽ 11:40 വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി. വിശേഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ. ഈ 2 കാര്യങ്ങളിലും അവർ ഉന്നയിച്ചിട്ടുള്ള ഒന്ന് ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കണം എന്നാ. സിക്കിമിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ പഠിച്ചത് സാർ കേരളത്തിലെ സ്കൂളുകളിലും കേരളത്തിലെ കലാലയങ്ങളിലുമാണ് സാർ. ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട്, അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എന്തെങ്കിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കുകയും നമുക്ക് സാർ. സാർ, ഇതിൽ സാർ ഇതില്
സാർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സാർ. ഞാൻ ആദ്യത്തെ എന്റെ മറുപടിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 7,000 രൂപയല്ല, അത് ഓണററി മാത്രമാണ്. ഇൻസെന്റീവ്സ്, ഫിക്സഡ് ഇൻസെന്റീവ് 3,000 രൂപയുണ്ട്. അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഇൻസെന്റീവ് ഉണ്ട് സാർ. അങ്ങനെ ജനുവരി മാസത്തിലെ കണക്കെടുത്താൽ 89.98% ആശമാർക്കും 10,000-നും 13,000-നും ഇടയ്ക്ക് വേതനം ലഭിക്കുന്നവരാണ് സാർ കേരളത്തിൽ. ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് സാർ ലഭിക്കുന്നത്. അതിൽ 7,000 രൂപ എന്നുള്ളത് സഭയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. കേരളം നമ്പർ 1 ആയതുകൊണ്ട് തന്നെയാണ് സാർ കേരളം നമ്പർ 1 ആണ് എന്നുള്ളത് പറഞ്ഞത്. സാർ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം സാർ. SUCA-യുടെ ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ അവരുടെ MP-ക്കെതിരെ മത്സരിച്ച വ്യക്തി പറഞ്ഞ കാര്യം അതേ കള്ളമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLA-യുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാർ. സാർ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യ പ്രചരണത്തിനും കള്ളപ്രചരണത്തിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സാർ. സാർ ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഇപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ, അതായത് UDF-ന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് കൊടുത്തത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകുന്നത് നല്ലതായിരിക്കും സാർ. സാർ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആദ്യം പ്രഖ്യാപിച്ച ഓണററിയം, മുമ്പ് ഉത്സവത്തെയാണ് ഉണ്ടായിരുന്നത്, ഓണററിയം പ്രഖ്യാപിച്ചു. പിന്നീട് 500 രൂപയാക്കി. ആ 500 രൂപയാക്കി പ്രഖ്യാപിച്ചത് ആദ്യം കൊടുക്കുന്നത് സാർ 2013 മാർച്ച് മാസത്തിലാണ്. അതായത് 20 മാസത്തിന് ശേഷമാണ് സാർ ഓണററിയം കൊടുക്കുന്നത് സാർ. അതിനുശേഷം എന്റെ കയ്യിലുള്ളത് സാർ എക്സ്പെൻഡിച്ചറാണ്. അതായത് ഓണററിയം കൊടുത്തതിന്റെ എക്സ്പെൻഡിച്ചർ ആണ് സാർ. ആ കാലഘട്ടത്തിൽ ഈ 2010-11 മുതൽ 2024-25 വരെയുള്ള ഓണററിയത്തിന്റെ എക്സ്പെൻഡിച്ചർ നമുക്കൊന്ന് നോക്കാം സാർ. 2011-12 എത്രയാണെന്നറിയോ സാർ എക്സ്പെൻഡിച്ചർ? അതായത് UDF-ന്റെ കാലഘട്ടത്തിൽ ഒന്നും കൊടുത്തിരുന്നില്ല. 0.11% സാർ മാത്രം സാർ കൊടുത്തിരുന്നു. അതിനുശേഷം വീണ്ടും 14-15 നമ്മൾ ഓരോ വർഷം നോക്കിയാലും ഒരു വർഷം പിന്നീടാണ് കൊടുത്തത്. 2013-14 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ളത് കൊടുത്തത് 2014 മെയ് മാസത്തിൽ സാർ. 13-14 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ളത് കൊടുത്തത് 2014 ഓഗസ്റ്റ് മാസത്തിൽ സാർ. 13-14 ഡിസംബർ ടു ഫെബ്രുവരി വരെയുള്ളത് കൊടുത്തത് 2014 ഡിസംബർ മാസത്തിൽ സാർ. 2013-14 മാർച്ച് മാസത്തിലെ ഓണററിയം പിന്നീട് റിലീസ് ചെയ്യുന്നത് സാർ 3-4-2015 സാർ. സാർ ഓരോ വർഷം പിന്നിട്ടാണ് വൈകിയാണ് സാർ കൊടുക്കുന്നത്. 2014-15 UDF-ന്റെ കാലത്ത് ഓണററിയം കൊടുത്ത ആ ശതമാനം ഒന്ന് നോക്കണം സാർ. 1.97% സാർ. അതോടൊപ്പം തന്നെ പിന്നീട് ഇങ്ങോട്ട് 2016 ഞാൻ കണക്കുകൾ വെച്ചാണ് പറയുന്നത് സാർ. ഞാൻ ടേബിളിൽ തന്നെയാണ് സാർ. 2016-17 ബജറ്റും എക്സ്പെൻഡിച്ചറും നമുക്കൊന്ന് നോക്കാം. 16-17 മുതലുള്ളത് 46 കോടി, 36 കോടി, 130 കോടി, 124 കോടി സാർ ഇങ്ങനെ കൂടി വരികയാണ്. 2024-25 ബജറ്റിൽ അനുവദിച്ചത് 189 കോടിയാണ് സാർ. പക്ഷെ ചെലവാക്കിയതോ 211 കോടിയാണ് സാർ. ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ഓണററിയത്തിനായി കൊടുത്തു സാർ. സാർ ആശുമാരുടെ കാര്യത്തിൽ അതിൽ വളരെ വളരെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം വേണമെന്ന നിലപാടുള്ള സർക്കാരാണ് സാർ. 2023 ഇത് സംബന്ധിച്ചിട്ട് മറ്റ് സംഘടനകളെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട്, ആശമാരുടേത് മാത്രമല്ല മറ്റ് ഹെൽത്ത് വർക്കേഴ്സിന്റെ സംഘടനകളെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്തി. ഇവർക്ക് അമിതമായിട്ടുള്ള ജോലി ഭാരമുണ്ട് എന്നുള്ളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു, ഗൈഡ് ലൈൻ പുറത്തിറക്കി സാർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശമാർ മുന്നോട്ട് പോകുന്നത് സാർ. അതോടൊപ്പം തന്നെ മെറ്റേണിറ്റി ലീവിന്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി. അതോടൊപ്പം സാർ ഈ ഘട്ടത്തിൽ ഈ 6-ാം തീയതി ആശാ ഫെഡറേഷൻ ചർച്ച നടത്തിയിരുന്നു സാർ. അവർ സമരം നടത്തിയത് 7-ാം തീയതി എന്നൊരു ചർച്ച നടത്തിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശൈലി സർവേയുമായി ബന്ധപ്പെട്ട OTP വരുന്നത് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു സാർ. എല്ലായിടത്തും കേരളത്തിൽ അത് പിൻവലിക്കാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അത് പിൻവലിക്കുകയുണ്ടായി സാർ. അതോടൊപ്പം കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഒരു സ്കീം, ഒരു പ്രോജക്ട് കേന്ദ്രത്തിൽ നിന്ന് വന്നു. അപ്പൊ അത് ഇവരുടെ കൂടെ ഒന്നിച്ചു ചെയ്യുന്നതിന് പകരം അത് ഇതിൽ ഉൾപ്പെടുത്തി ശൈലി സർവേയിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ളത് പറയുകയുണ്ടായി സാർ. സാർ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് സാർ. അതായത് മറ്റു തൊഴിലുകൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് സാർ. ഇത് 2021 നവംബർ മാസത്തിൽ ഈ ഗവൺമെന്റിന്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം നവംബർ മാസത്തിലെ പ്രൊസീഡിംഗ്സ് ആണ് സാർ. അതില് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്. സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതി
നിലയിൽ തുടരാവുന്നതാണ്. അതാണ് ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക്. 1230 പേർ ഇപ്പോൾ NREGS-ലുണ്ട്. പിന്നെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവരുണ്ട്. സാർ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം സാർ, ഇതില് CITU-ന്റെയും INTUC-യുടെയും ഒക്കെ സംഘടനകൾ ആവശ്യപ്പെടുന്ന കാര്യം സാർ, അത് കേന്ദ്രത്തിന്റെ ഈ നയത്തിൽ മാറ്റം വരണമെന്നുള്ളതാണ്. കേന്ദ്ര സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി നിലപാടെടുക്കണം എന്നുള്ളതാണ്. ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സാർ, കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് സാർ. അദ്ദേഹം പറയുകയാണ് 98 കോടി രൂപ മാത്രമേ നൽകാനുള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ MP-മാരുടെ ഒരു വിവരാവകാശം അവിടെ കൊടുത്തു നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം MP-മാരോട് ആവശ്യപ്പെടുന്നത് സാർ, MP-മാരെ ജയിപ്പിച്ചു വേണ്ടി കൂടിയാണ് സാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും